ഷിരൂരിലേക്ക് തന്നെയാണ് സന്തോഷ് അവിടെ നിന്ന് ചേരുകയാണ്. സന്തോഷുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. സന്തോഷ്, ഈ ദൗത്യ സംഘം സജ്ജമായിക്കൊണ്ട് അവിടെ എത്തിയിരിക്കുന്നു. അതിന്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുന്നുണ്ട്. അപ്പോൾ ആ ദൃശ്യങ്ങളിലേക്ക് തന്നെയാണ് പോകുകയും ചെയ്യുന്നത്. ദൗത്യ സംഘം സജ്ജമായിക്കൊണ്ട് അവിടെ എത്തിയിരിക്കുന്നു. കൂടുതൽ ആളുകളൊക്കെ ദൗത്യ സംഘത്തിലുള്ള ആളുകൾ എത്തിയിരിക്കുന്നു. ആ ഒരു മൺകൂനയ്ക്കും പുഴയ്ക്കും ഇടയിലുള്ള പ്രദേശത്ത് തിരച്ചിൽ നടത്തുക എന്നത് തന്നെയാണ് ഇന്ന് ഏറ്റവും പ്രധാനം. സന്തോഷ് തുടരുന്നുണ്ട്. സന്തോഷ്, പറയാം, എന്താണ് ഇപ്പോൾ നടക്കുന്നത്? രക്ഷാദൗത്യത്തിന്റെ എല്ലാ ദൗത്യത്തിനു വേണ്ടി സജ്ജമായിക്കൊണ്ട് അവരൊക്കെ അവിടെ എത്തിയിരിക്കുകയാണല്ലേ? അഞ്ജന, ദൗത്യ സംഘാംഗങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരിപ്പോൾ ഇവിടെ ഒരു താൽക്കാലിക ടെന്റ് നിർമ്മിക്കാനുള്ള ശ്രമമാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. സ്വാഭാവികമായും ഒരുപാട് ഉപകരണങ്ങൾ ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ കൊണ്ടുവരേണ്ടി വരും. ആധുനിക ഉപകരണങ്ങൾ, ഡ്രോൺ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ കൊണ്ടുവരേണ്ടി വരും. അതുകൊണ്ട് തന്നെ മഴയത്ത് അത് സുരക്ഷിതമായി നിർത്തുക, അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥർക്ക് ഈ മഴയെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് അവിടെ മഴ നനയാതിരിക്കാൻ സുരക്ഷിതമായി ഉപകരണങ്ങളൊക്കെ സൂക്ഷിക്കുന്നതിനായാണ് ഇപ്പോൾ ഈ ടെന്റ് നിർമ്മിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ താൽക്കാലിക ടെന്റ് ഇപ്പോൾ ഈ ദൗത്യം നടക്കുന്നതിന് തൊട്ടടുത്ത് തന്നെയാണ് ഇപ്പോൾ ഈ ടെന്റ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേസമയം തന്നെ കൂടുതൽ വാഹനങ്ങൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്, ഈ ദൗത്യത്തിൻ്റെ ഭാഗമാകേണ്ടുന്ന കൂടുതൽ വാഹനങ്ങൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ഈ ദൗത്യം ആരംഭിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതേസമയം തന്നെ ഒരു ഭാഗത്ത് ഈ ഡിങ്കി ബോട്ടുകളിൽ എയർ നിറയ്ക്കുകയാണ്. ഒരു ഭാഗത്ത് അത് വെള്ളത്തിലിറക്കി, ഇന്ന് കൂടുതൽ വെള്ളത്തിലാണ്, ഗംഗാവാലി നദിയിലാണ് പരിശോധനകൾ നടത്തേണ്ടത്. അതുകൊണ്ട് ഒരു ഭാഗത്ത് ഈ സേനാംഗങ്ങൾ ആ ബോട്ട് വെള്ളത്തിലിറക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ദുരന്ത നിവാരണ സേനാ അംഗങ്ങളും അവരിന്നത്തെ തിരച്ചിലിന് ആവശ്യമായ സജ്ജീകരണം ഒരുക്കുകയാണ്. ഈ ഇന്നലെ മണ്ണുമാന്തി യന്ത്രം ഇന്നലെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയിട്ടതാണ്. അത് വീണ്ടും ഈ മണ്ണെടുക്കേണ്ടുന്ന സ്ഥലത്തേക്ക് തന്നെ എത്തിച്ചിട്ടുണ്ട്. ടിപ്പറുകളും എത്തിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു മണ്ണുമാന്തി യന്ത്രം റോഡ് സൈഡിൽ നിന്നും റോഡ് ക്ലിയർ ചെയ്യുന്ന പ്രവൃത്തി ആരംഭിച്ചിട്ടുണ്ട്. ആ ഒരു ഭാഗത്ത് കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കും ഇന്ന് കൂടുതൽ പ്രവർത്തനങ്ങൾ നടക്കുക എന്നാണ് മനസ്സിലാകുന്നത്. അവിടെ ഈ ലോറി കണ്ടെത്തിക്കഴിഞ്ഞാൽ ലോറി ഉയർത്തുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികളിലേക്കെല്ലാം പോകേണ്ടി വരും. അതിനാവശ്യമായിട്ടുള്ള സജ്ജീകരണങ്ങൾ കരയിലും ഒരുക്കണം. അപ്പോൾ ക്രെയിൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും ഇവിടേക്ക് എത്തും എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഒരു ഈ യന്ത്രം കൂടി ഇന്ന് എത്തിക്കും എന്നുള്ളത് ഇന്നലെ കാർവാർ MLA സതീഷ് കൃഷ്ണ സെയിൽ പറഞ്ഞിരുന്നു. ഇതുവരെ അത് ഇവിടെ എത്തിക്കാണുന്നില്ല. അല്പസമയത്തിനകം എത്തും എന്നുള്ള പ്രതീക്ഷ തന്നെയാണുള്ളത്. അതോടൊപ്പം തന്നെ കൂടുതൽ സജ്ജീകരണങ്ങളും ആൾബലവും ഈ ദൗത്യ സംഘാംഗങ്ങളുടെ എണ്ണവും വർദ്ധിപ്പിച്ചുകൊണ്ടാണ് ഇന്ന് ഊർജിതമായിട്ടുള്ള രക്ഷാദൗത്യത്തിലേക്ക് കടക്കുന്നത്. രക്ഷാദൗത്യം ഈ 10ാം ദിവസത്തിലെത്തുമ്പോൾ അതിൻ്റെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടമാണ് ഇത്. കാരണം ലോറി ഈ ഗംഗാവാലി നദിക്ക് അടിയിൽ ആഴങ്ങളിൽ ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കി കഴിഞ്ഞു. അതിൻ്റെ പൊസിഷൻ ഏതാണ്ട് മുകളിൽ നിന്നുള്ള പരിശോധനയിൽ പൊസിഷൻ ഏതാണ്ട് മനസ്സിലായിട്ടുണ്ട്. അങ്ങനെയാണത് തലകീഴായി കിടക്കുകയാണ് എന്നുള്ള ഒരു പൊസിഷനാണ് എന്നുള്ളത് മനസ്സിലാക്കിയത്. പക്ഷേ ഇനി ആ ലോറിക്ക് അടുത്തേക്ക് എത്തുക എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം. ലോറിക്ക് അടുത്തേക്ക് ട്രക്കിനടുത്തെത്തി ട്രക്കിൻ്റെ ക്യാബിനകത്ത് അർജുനുണ്ടോ എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. അതിന് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പാണ് ഇന്നത്തെ ഈ ദൗത്യത്തിൻ്റെ ഏറ്റവും നിർണായക ഘട്ടവും അതുതന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ ഗംഗാവാലി നദിയിൽ ഡൈവർമാർ, അത് ഈ സേനയുടെ നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർ ഇന്ന് ആഴത്തിൽ മുങ്ങി പരിശോധന നടക്കും. അതോടൊപ്പം തന്നെ റിട്ടയർഡ് മേജർ ഇന്ദ്രപാലിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം അവരും ഈ പരിശോധന നടത്തും. അവരുടെ കയ്യിലും ഡ്രോൺ ഉൾപ്പെടെയുള്ള ആധുനിക സംവിധാനങ്ങളുണ്ട്. അതുപയോഗിച്ച് വളരെ കൃത്യമായിട്ടുള്ള ചിത്രങ്ങൾ തയ്യാറാക്കാനും അടുത്ത് നിന്ന് അതിൻ്റെ ചിത്രങ്ങൾ തയ്യാറാക്കി പൊസിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കാനും സഹായിക്കും. അതുകൊണ്ട് തന്നെ സാങ്കേതിക ഉപകരണങ്ങളുടെ സഹായത്തോടു കൂടി തന്നെയുള്ള ഒരു പരിശോധനയും തിരച്ചിലും തന്നെയായിരിക്കും ഇന്ന് നടക്കുക. അതിനാവശ്യമായിട്ടുള്ള മുന്നൊരുക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ മണ്ണ് മാറ്റുന്നത് ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾ ആരംഭിച്ചിട്ടുണ്ട്. കൂടുതൽ വാഹനങ്ങൾ ഇവിടെ എത്തിക്കൊണ്ടുള്ള ഒരു പരിശോധനയാണ് ഇന്നുണ്ടാകുക. അദ്ദേഹമൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ടോ? അറിയാൻ സാധിക്കുന്നുണ്ടോ? എനിക്ക് അറിയാം പുഴയുടെ മറുകരയിലാണ് നിൽക്കുന്നത് എന്ന്, പക്ഷേ തീർച്ചയായും ലഭിക്കുന്നുണ്ടോ?
തീർച്ചയായും ഇന്നലെ തന്നെ അദ്ദേഹം ഈ ഒരു സംഘത്തോടൊപ്പം ജോയിൻ ചെയ്യുകയും പ്രാഥമികമായിട്ടുള്ള ചർച്ചകൾ ഇന്നത്തെ രൂപരേഖ സംബന്ധിച്ച പദ്ധതികളിലെല്ലാം തന്നെ പങ്കാളി ആവുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇവിടെ നിന്നും പകർത്തുന്ന ദൃശ്യങ്ങളിൽ ഇപ്പോൾ അദ്ദേഹത്തെ കാണാൻ കഴിയുന്നില്ല. അതായത് ഈ സ്ഥലത്തേക്ക് സ്പോട്ടിലേക്ക് അദ്ദേഹം എത്തിയതായി കാണാൻ കഴിയുന്നില്ല. അത് അല്പസമയത്തിനകം തന്നെ എത്തും എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും നിരവധി വാഹനങ്ങൾ ഈ ദൗത്യത്തിൽ പങ്കുചേരേണ്ടുന്ന വാഹനങ്ങളെല്ലാം ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. താൽക്കാലിക ടെൻറ്റിൻ്റെ നിർമ്മാണം ഒരു ഭാഗത്ത് ഇപ്പോൾ സൈന്യം നടത്തുന്നുണ്ട്. അതിന് തൊട്ടടുത്ത് തന്നെ മണ്ണുമാന്തി യന്ത്രം ആ ഭാഗത്തെ മണ്ണ് മാറ്റി അവിടെ ക്ലിയർ ചെയ്യാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട്. അവിടെ കുറച്ചുകൂടി ഉറപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള, അതായത് ഈ ഭാഗത്ത് നദിയുടെ തീരത്തോട് ചേർന്നുള്ള മണ്ണ് വീണ ഭാഗത്ത് അവിടെ ചില പാറകളെല്ലാം കൊണ്ട് നിക്ഷേപിക്കുന്നതായി കാണുന്നുണ്ട്. അവിടെ ആ ഭാഗത്ത് മണ്ണ് ഇളകിക്കിടക്കുന്ന മണ്ണ് കുറച്ചുകൂടി ഉറപ്പിക്കുക എന്നുള്ളതായാണ് അതിൻ്റെ ആ ഒരു രീതിയിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിനായാണ് ഇവിടെ ഇപ്പോൾ ഈ മണ്ണുമാന്തി യന്ത്രങ്ങളെല്ലാം തന്നെ പ്രവർത്തിക്കുന്നത്. ഭൂമും അതോടൊപ്പം തന്നെ അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കാനുള്ള, മണ്ണ് മാറ്റാനുള്ള തയ്യാറെടുപ്പിലാണ്. അതായത് ഈ ലോറിയുടെ ട്രക്കിൻ്റെ അടുത്തുള്ള പരമാവധി മണ്ണ് മാറ്റി ഈ മുങ്ങൽ വിദഗ്ധർക്കുൾപ്പെടെ ആവശ്യമായിട്ടുള്ള അവർക്ക് അവിടെ മുങ്ങി അകത്ത് പോയി ലോറിക്കടുത്ത് എത്താനുള്ള സൗകര്യം ഒരുക്കുന്നതിനാവശ്യമായിട്ടായിരിക്കും അതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. ഏതായാലും ഇന്ന് ദ്രുതഗതിയിൽ തന്നെ, മഴയില്ലെങ്കിൽ ഈ രക്ഷാപ്രവർത്തനം ദ്രുതഗതിയിൽ തന്നെ പൂർത്തിയാകും എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം. അതേസമയം തന്നെ ഈ ഗംഗാവാലി നദിയിൽ ശക്തമായ കുത്തൊഴുക്കുമുണ്ട്. ഏതായാലും ഇന്നലെ ഉള്ള രീതിയിലുള്ള ഉച്ചയ്ക്ക് ശേഷം ഉണ്ടായതിന് സമാനമായ കാലാവസ്ഥയാണ് ഉള്ളതെങ്കിൽ ഈ ദൗത്യം വളരെ ദുഷ്കരമാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇന്നലെയും ഏതാണ്ട് ഈ സമാനമായ കാലാവസ്ഥയായിരുന്നു. കാരണം അതിരാവിലെയും രാത്രിയുമെല്ലാം തന്നെ കനത്ത മഴ. ഇന്ന് രാവിലെ 6 മണി വരെയെല്ലാം തന്നെ അതിശക്തമായ മഴ തന്നെയാണ് ഉണ്ടായിരുന്നത്. പിന്നീട് മഴ അല്പസമയം ഉച്ചവരെ മാറി നിൽക്കുക. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം ഇന്നലെ അതിശക്തമായ മഴ തുടരുകയായിരുന്നു. ഏതാണ്ട് അതേ ഒരു കാലാവസ്ഥ ഇപ്പോഴും ഇന്നലെയും ഈ സമയത്ത് മഴയുണ്ടായിരുന്നില്ല. ഇപ്പോൾ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. അതുകൊണ്ട് അനുകൂല കാലാവസ്ഥയുടെ ആനുകൂല്യം പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഈ ദൗത്യ സംഘം ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ തന്നെ ഇന്ന് ഈ ദൗത്യം ആരംഭിക്കുകയും ചെയ്യുന്നത്. ഏതായാലും ഇനി നദിയിലേക്ക് ഇറങ്ങി ഈ ഡിങ്കി ബോട്ടുകളിൽ ഈ നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധന്മാർ എത്തി നദിയിലേക്ക് ഇറങ്ങിയുള്ള ആ പരിശോധനയാണ് ഏറ്റവും നിർണായകമായ ഘട്ടം. സന്തോഷാണ് വിവരങ്ങൾ നൽകുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഉദ്യോഗസ്ഥർ അവിടെ എത്തിയിട്ടുണ്ട്. രക്ഷാദൗത്യത്തിലുള്ള ഉദ്യോഗസ്ഥർ, അവരുടെ വാഹനങ്ങളും ഒക്കെ എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ലോറികളും, അതോടൊപ്പം തന്നെ ഇന്നലെ നമ്മൾ JCBയും ഒക്കെ ഉപയോഗിച്ച് മണ്ണ് മാന്തിയിരുന്നു. അതോടൊപ്പം തന്നെ ബൂം എക്സ്കവേറ്റർ അവിടെ എത്തിച്ചിരുന്നു. ബംഗളൂരുവിൽ നിന്ന് ഇന്നലെ എത്തിച്ച ബൂം എക്സ്കവേറ്ററൊക്കെ സംഭവ സ്ഥലത്ത് ഇപ്പോഴുണ്ട്. ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പരിശോധനയിലേക്ക് തന്നെയാണ് ഇന്നും കടക്കുന്നത്. എന്തായാലും ലോറി കണ്ടെത്തിയെന്ന് ഇന്നലെ വൈകിട്ടോടുകൂടി നമുക്ക് വിവരം ലഭിച്ചത് മുതൽ നമ്മൾ വലിയ പ്രതീക്ഷയിൽ തന്നെയാണ്. ഈ ഒരു ഘട്ടത്തിൽ പുഴയ്ക്കും കരയ്ക്കും മധ്യേ ഭാഗത്ത് ആ മൺകൂനയ്ക്കിടയിലാണ് ഇപ്പോൾ അർജുൻ്റെ ലോറി ഉള്ളത് എന്ന് നമ്മൾ കണ്ടെത്തിയിരിക്കുകയാണ്. ആ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധനയിലേക്കാണ് നമ്മൾ ഇന്ന് കടക്കുന്നത്. രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നതിന് വേണ്ടി റിട്ടയർഡ് മേജർ ആയിട്ടുള്ള ഇന്ദ്രപാൽ അടക്കം അവിടേക്ക് ഇന്നലെ തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലൊക്കെയുള്ള ഒരു രക്ഷാ ദൗത്യമാണ് ഇന്നുണ്ടാവുക. ഇന്നത്തെ രക്ഷാപ്രവർത്തനത്തിൽ ഏറ്റവും പ്രധാനമായ പങ്ക് വഹിക്കുന്നത് നേവിയുടെ ഡൈവിംഗ് ടീം തന്നെയാണ്. അവരായിരിക്കും പുഴയുടെ അടിത്തട്ടിലേക്ക് പോയി ആ ലോറിയുടെ ക്യാബിനിൽ അർജുൻ ഉണ്ടോ എന്നത് ഉറപ്പിക്കുക. അതിന് തന്നെയാണ് ഇപ്പോൾ രക്ഷാദൗത്യ സംഘവും പ്രാധാന്യം നൽകുന്നത്. അവർ ഇപ്പോൾ ഒരു ടെൻ്റ് അവിടെ കെട്ടുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. നമുക്കറിയാം, അത്യാധുനിക ഉപകരണങ്ങൾ, നിരവധി ഉപകരണങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. കാലാവസ്ഥയൊക്കെ പ്രതികൂലമാകുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ കടക്കാം. അപ്പോൾ ആ ഒരു ഇതിനു വേണ്ടിയാണ് ഇപ്പോൾ ഒരു ടെൻ്റൊക്കെ അവിടെ കെട്ടുന്നത്. കൂടുതൽ ക്രെയിനുകളൊക്കെ പ്രദേശത്തേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും രക്ഷാദൗത്യം ഇതുവരെ പുഴയിലേക്ക് ഇറങ്ങിക്കൊണ്ടുള്ള ഒരു രക്ഷാദൗത്യത്തിലേക്കൊന്നും കടന്നിട്ടില്ല. പ്രാഥമികമായി അവിടെ ഉദ്യോഗസ്ഥരൊക്കെ എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മണ്ണ് മാറ്റുന്ന പ്രക്രിയ ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ കാലാവസ്ഥ എന്ന് പറയുന്നത് മഴയൊന്ന് മാറി നിൽക്കുന്നൊരു കാലാവസ്ഥയാണ്. ഇത് തന്നെയാണ് നമുക്ക് പ്രതീക്ഷ നൽകുന്നതും. നേരത്തെ കനത്ത മഴയുണ്ടായിരുന്നു, ഇപ്പോൾ മഴയൊന്ന് മാറി നിൽക്കുന്നു. ഇതിൽ പ്രേക്ഷകരോട് വീണ്ടും പറയാനുള്ളത്, നമുക്ക് മാധ്യമ പ്രവർത്തകർക്ക് ആ ഒരു ഭാഗത്തേക്ക് പ്രവേശനമില്ല. ഇന്നലെ തന്നെ കാർവാർ MLAയും
SP ഒക്കെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞതാണ് ആ ഒരു ഭാഗത്തേക്ക് മാധ്യമങ്ങൾക്ക് പ്രവേശനം ഉണ്ടായിരിക്കില്ല, ഒരു തരത്തിലും അങ്ങോട്ട് പ്രവേശനം കർശനമായി തന്നെ നിരോധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതാണ്. നമ്മളിപ്പോൾ പുഴയുടെ മറുകരയിലാണ് നിൽക്കുന്നത്. എത്ര നേരം അവിടെ തന്നെ തുടരാൻ കഴിയുമെന്ന് നമുക്കറിയില്ല. എന്തായാലും ഔദ്യോഗിക വിവരങ്ങൾ ഈ ഒരു ഇടവേളകളിൽ, ചെറിയ ചെറിയ ഇടവേളകളിൽ ദൗത്യ സംഘത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് അവിടെ നിന്ന് നൽകാമെന്ന് അറിയിച്ചിട്ടുണ്ട്. കാർവാർ MLA ആയിരിക്കും വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് കൈമാറുക. പ്രദേശത്ത് മൊബൈൽ ഫോണോ ക്യാമറയോ ഒന്നും ഉപയോഗിക്കരുത്, അതൊക്കെ സിഗ്നൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നൊക്കെ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും മാധ്യമങ്ങളെല്ലാം അതിനോട് സഹകരിച്ചുകൊണ്ടുള്ള ഒരു മുന്നോട്ട് പോക്കിലേക്കായിരിക്കും ഉണ്ടാവുക. എന്തായാലും കൈരളി ന്യൂസ് ഇതിനോടൊക്കെ സഹകരിച്ചുകൊണ്ട് തന്നെയായിരിക്കും മുന്നോട്ട് പോവുക. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ ആ ദൃശ്യങ്ങൾ നമുക്ക് പകർത്താൻ സാധിക്കുന്നുണ്ട്. എത്ര നേരം അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്നറിയില്ല, പക്ഷേ എത്തിക്കാവുന്ന അത്രയും പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ട് ഔദ്യോഗിക വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് കൈമാറിക്കൊണ്ട് തന്നെയായിരിക്കും നമ്മൾ മുന്നോട്ട് പോകുക.